അച്ഛൻ്റെ സേവന താൽപര്യതയും കഴിവും പരിഗണിച്ച് വിയന്ന മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്രിസ്റ്റഫ് ഷേൺബ്രോൺ അച്ഛനെ അതിരൂപതയുടെ പ്രീസ്റ്റ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. സ്നേഹനിർഭരവും നിസ്വാർത്ഥവുമായ സേവനവും ഭരണപാഠവും കൊണ്ട് വിയന്ന മലയാളി കത്തോലിക്ക സമൂഹത്തെ മുന്നോട്ട് നയിച്ച തോമസ് അച്ഛൻ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തവും അഭിമാനവുമാണ്. നാനാമത വിഭാഗങ്ങളെയും സഭാവിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ നിർത്തി നിർണായക ഘട്ടങ്ങളിൽ സമചിത്തതയോടുകൂടി തീരുമാനങ്ങളെടുക്കുകയും നടപ്പിലാക്കുകയും സൗഹാർദ്ദപരമായ സമീപനങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്നതിലുമാണ് അച്ഛൻ്റെ വിജയം. യൂറോപ്പിൻ്റെ പശ്ചാത്തലം അനുസരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും അങ്ങേയറ്റം സകല ദുഃഖങ്ങളും മറന്നുകൊണ്ട് സന്തോഷിക്കാനുള്ള അവസരമാണ്. അത് ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പം മലയാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഭാരതത്തിൽ ജനിച്ചു വളരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പം എനിക്ക് തോന്നുന്ന ഭാരതത്തിൻ്റെ അന്തരാത്മാവിലെ അതിൽ നിറഞ്ഞു നൽകുന്ന സന്ദേശം തന്നെയാണ് ക്രിസ്മസിന് ലോകത്തിന് ക്രിസ്ത്യാനിറ്റിക്ക് തന്നെ നൽകാനായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. ആ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അതായത് പ്രപഞ്ചത്തിൻ്റെ ദാതാവായിട്ടുള്ള മഹാരഹസ്യം എന്ന് പറയുന്ന ദൈവം, സത്യമായിട്ടുള്ള ദൈവം മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ ചിത്തമായിട്ട് മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്, ആനന്ദമായിട്ട് അനുഭവിക്കുന്നതാണ് ഹൈന്ദവ ദർശനം അനുസരിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആ ഒരു ദൈവ അനുഭൂതി എന്ന് പറയുന്നത്. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു സത്യം ചിത്തമായിട്ട് അനുഭവിക്കുന്നത് അത് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ വലിയ കരുണയായിട്ട് അനുഭവിക്കുന്നതാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുമ്പം ഈ സത്യമായിട്ടുള്ള മഹാരഹസ്യം മനുഷ്യൻ്റെ ചിത്തമണ്ഡലത്തിൽ തെളിയുന്നത് മനുഷ്യനോട് കൂടി നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹ സാമീപ്യ അനുഭവമായിട്ട് യേശുക്രിസ്തുവിൽ അനുഭവിക്കുന്നതാണ്. ഇതൊരു വിശ്വമാനവികതയുടെ സന്ദേശം തന്നെയാണ്. അപ്പോൾ ആ സന്ദേശമാണ് ഞങ്ങളെല്ലാവരും ഇവിടെ മലയാളികളും മലയാളികളല്ലാത്തൊരു യൂറോപ്യന്മാരൊക്കെ ഒന്നിച്ച് പ്രഘോഷിക്കുന്ന ആഘോഷം. നേരോടെ നിർഭയം നിരന്തരം എന്ന് പറയുന്നത് ഇത് തന്നെ അതൊരു പ്രചരണ സന്ദേശത്തെക്കാൾ ഉപരിയായിട്ട് ഒരു പ്രഘോഷണ സന്ദേശമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. സത്യമായിട്ടുള്ള കാര്യം നിർഭയമായിട്ട് നിരന്തരമായിട്ട് പ്രഘോഷിക്കുക. ഇതാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ മതങ്ങളുടെയും ആഴമായിട്ടുള്ള സന്ദേശവും ഉൾക്കാഴ്ചയും. അതുതന്നെയാണ് ക്രിസ്മസിന് ഞങ്ങൾ അനുഭവിക്കുന്നത്, ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഇന്നത്തെ വളർച്ചയിൽ അച്ഛൻ വഹിച്ച പങ്ക് നിർവചനങ്ങൾക്ക് അതീതമാണ്. കമ്മ്യൂണിറ്റിയെ ബഹുദൂരം മുന്നോട്ട് നയിച്ച് ഭാഷാ സമൂഹങ്ങളിൽ വിയന്നയെ യൂറോപ്പിലെ തന്നെ ഒരു മാതൃകാ ഇടവകയാക്കി ഉയർത്താൻ അച്ഛന് സാധിച്ചു.
ജീവിതത്തിൻ്റെ 60 സംവത്സരങ്ങൾ പിന്നിട്ട് 60ൻ്റെ നിറവിൽ നിൽക്കുന്ന തോമസ് അച്ഛന് ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ 1000 പൂച്ചെണ്ടുകളും സ്നേഹോപകാരങ്ങളും ഭാവുകങ്ങളും. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി അച്ഛൻ ആഗ്രഹിക്കുന്ന ഈ ചെറിയ പ്രോജക്റ്റിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട്